കർണാടക ശിരൂരിലെ ദേശീയപാത 66-ൽ കഴിഞ്ഞ വർഷം ജൂലൈ 16-ന് രാവിലെ 8:15-ഓടെയാണ് ദുരന്തമുണ്ടായത്. മണ്ണും പാറയും ചെളിയും ദേശീയപാതയിലേക്ക് ഇരച്ചെത്തി. ഒരു ചായക്കടയും സമീപത്തെ വീടുകളും തകർന്നു. മലയാളി ഡ്രൈവറായ അർജുൻ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായതായി വിവരം. തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും മഴ തടസ്സമായി. 3 ഘട്ടങ്ങളായിട്ടായിരുന്നു തിരച്ചിൽ. കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ സജീവമായി രംഗത്ത്. തിരച്ചിൽ പേരിനു മാത്രമേയുള്ളൂവെന്ന് അർജുന്റെ ബന്ധുക്കളുടെ ആരോപണം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദുരന്തസ്ഥലം സന്ദർശിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. NDRFും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും തിരഞ്ഞിട്ടും ശ്രമങ്ങൾ വിഫലമായി. ജൂലൈ 20-ന് പുഴയിൽ സോണാർ, റഡാർ പരിശോധനകൾ നടത്തി. ജൂലൈ 25-ന് തിരച്ചിലിന് മലയാളി മേജർ ജനറൽ M. ഇന്ദ്രബാലനും സംഘവും എത്തുന്നു. ജൂലൈ 26-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ദുരന്തസ്ഥലം സന്ദർശിക്കുന്നു. ജൂലൈ 27-ന് സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപയും സംഘവും തിരച്ചിലിനെത്തുന്നു. ജൂലൈ 28-ന് ദൌത്യം താൽക്കാലികമായി നിർത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ദൌത്യം തുടരുമെന്നറിയിക്കുന്നു. പല വാഹനങ്ങളുടെയും ഹൈഡ്രോളിക് ജാക്കിയും മറ്റു ഭാഗങ്ങളും കിട്ടിയെങ്കിലും അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായില്ല. തിരച്ചിലിന്റെ 2ാം ഘട്ടം ഓഗസ്റ്റ് 13-നാണ് ആരംഭിച്ചത്. ഓഗസ്റ്റ് 14-ന് ലോറിയിലുണ്ടായിരുന്ന വടം നാവികസേന കണ്ടെത്തി. തിരച്ചിലിന്റെ 3ാം ഘട്ടം സെപ്റ്റംബർ 20-ന് ആരംഭിച്ചു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ നടത്തി. സെപ്റ്റംബർ 21-ന് മറ്റൊരു ലോറിയുടെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ടയർ എന്നീ ഭാഗങ്ങൾ കണ്ടെത്തി. സെപ്റ്റംബർ 22-ന് അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഈശ്വർ മാൽപെ തിരച്ചിൽ നിർത്തി. സെപ്റ്റംബർ 23-ന് ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ വീണ്ടും തിരച്ചിൽ. ഒടുവിൽ 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ 25-ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പുഴയിൽ ലോറി കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ അർജുന്റെ മൃതദേഹ ഭാഗങ്ങളും.